ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മുടെ കടബാധ്യതകൾ മാറുന്നതിനുള്ള ബൈബിൾ അഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് കുറച്ചധികം പേര് ജോലി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്ഥിരമായി ചൊല്ലാൻ പറ്റുന്ന വചനങ്ങൾ പങ്കുവയ്ക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ എല്ലാത്തരം ആവശ്യങ്ങൾക്കും പറ്റുന്ന ടൈപ്പ് ഒരുപാട് വചനങ്ങൾ ബൈബിളിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിന് ഒന്നാമതായി ചെയ്യേണ്ടത്, ഒരു ദിവസം 10 അധ്യായം ധൃതി വെച്ച് വായിക്കുന്നതിന് പകരം ഒരധ്യായം മാത്രമേ വായിച്ചുള്ളൂവെങ്കിലും അത് മനസ്സറിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ മുഴുവൻ അർത്ഥവും മനസ്സിലാക്കി വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജോലി ലഭിക്കാനായി എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന വചനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ വചനങ്ങൾ മുഴുവനായി എഴുതിയെടുക്കുകയോ കാണാതെ പഠിക്കുകയോ ചെയ്യാവുന്നതാണ്. സങ്കീർത്തനം 90-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നമ്മുടെ ദൈവമായ കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. ജെറമ്യ 29:11 ഇപ്രകാരം പറയുന്നു: കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. മത്തായി 7:7 പറയുന്നു: ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. സുഭാഷിതങ്ങൾ 16:3 ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. ഫിലിപ്പിയർ 4:19 ഇപ്രകാരം പറയുന്നു: എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. സങ്കീർത്തനം 37-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തനം 23:1 ഇങ്ങനെ പറയുന്നു: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തനം 128-ാം അധ്യായം 2-ാം വാക്യം: നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ കൈവരും. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിയിച്ചു തരും. നിയമാവർത്തനം 28-ാം അധ്യായം 12-ാം വാക്യം: കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. ജോലി ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് സ്ഥിരമായി ചൊല്ലാവുന്ന 10 അഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്തത്. ഇനിയും കുറച്ചധികം വചനങ്ങൾ കൂടി ഇതിന്റെ കൂടെ പറയാനുണ്ട്. പക്ഷേ എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞു തന്നാൽ ഒരുപക്ഷെ വീഡിയോയുടെ ലെങ്ത് കാരണം പലരും വീഡിയോ മുഴുവനായി കാണില്ല. അതുകൊണ്ട് ബാക്കി വചനങ്ങൾ അടുത്ത വീഡിയോയിൽ കൂടി പറഞ്ഞു തരാം. ഈ അഫർമേഷൻസ് എല്ലാം ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ജോലി നിങ്ങൾക്ക് ലഭിച്ചതായി കരുതുകയും അതിന് ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരു ജോലി കിട്ടുമോ എന്ന സംശയമല്ല, ആഗ്രഹിച്ച ജോലി കിട്ടിക്കഴിഞ്ഞു എന്ന പൂർണ്ണമായ വിശ്വാസത്തിൽ ഈ വചനങ്ങൾ ചൊല്ലുക. നിങ്ങളുടെ പരിചയത്തിൽ ജോലിക്ക് വേണ്ടി അലയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനങ്ങൾ അയച്ചു കൊടുക്കുക. നമ്മൾ എത്ര നല്ലവരായി പുറമേ അഭിനയിച്ചാലും കർത്താവ് ഹൃദയം പരിശോധിക്കുന്നവനാണ്. മറ്റൊരാൾ നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രാർത്ഥനകൾ സാധിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ പരിചയത്തിൽ ഒരു നല്ല ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനങ്ങൾ അയച്ചു കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ കാരണം അവർക്കൊരു ജോലി ലഭിച്ചാൽ അതിലും എത്രയോ മടങ്ങ് സന്തോഷമായിരിക്കും നിങ്ങളെ തേടി വരുന്നത്. ഈ വചനങ്ങൾ പൂർണ്ണമായ ഹൃദയത്തിൽ ഏറ്റെടുത്ത് വിശ്വാസത്തോടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതാം: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. ഇതുപോലെയുള്ള വീഡിയോസ് മിസ്സാവാതെ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ജോലിക്ക് വേണ്ടി അലയുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ.